അയ്യങ്കാളി പുലയരുടെ ഉന്നമനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. ജാതി വിവേചനത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പോരാട്ടം. പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ പുലയരെ അനുവദിക്കാത്ത ഉയർന്ന ജാതിക്കാരുടെ നടപടികളെ അയ്യങ്കാളി വെല്ലുവിളിച്ചു. അദ്ദേഹത്തിന്റെ പുലയ വണ്ടി അഥവാ വില്ലുവണ്ടി സമരം സവർണറുടെ എതിർപ്പ് വകവയ്ക്കാതെ ദക്ഷിണ തിരുവിതാംകൂറിലെ പല ഭാഗത്തും സഞ്ചരിച്ചതോടെ പുലയരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കമായി. അയ്യങ്കാളി താണ ജാതിക്കാർക്കു മാത്രമായി സ്കൂളുകൾ ആരംഭിച്ചു. 1907 അയ്യങ്കാളി രൂപവൽക്കരിച്ച സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എല്ലാ താണ ജാതിക്കാർക്കും പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം അനുവദിക്കുക, സ്കൂളിൽ പ്രവേശനം അനുവദിക്കുക എന്നിവയായിരുന്നു. കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയതും അയ്യങ്കാളിയാണ്. താണ ജാതിക്കാരുടെ മക്കൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കുക, പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കുക, കൂലി വർദ്ധിപ്പിച്ച് സ്ഥിരം കൂലി അനുവദിക്കുകയും ചെയ്യുന്നതുവരെ യജമാനന്റെ ഭൂമിയിൽ ജോലി ചെയ്യില്ല എന്ന് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്നായിരുന്നു സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം. താണജാതിക്കാർക്ക് ചായക്കടയിലെ പിറകുവശത്ത് ചിരട്ടയിൽ ചായയോ കാപ്പിയോ ഒഴിച്ചു കൊടുക്കുന്ന ആ കാലഘട്ടത്ത് അയ്യങ്കാളി ആ ചിരട്ടകൾ വലിച്ചെറിയുവാൻ പറഞ്ഞു. അയിത്ത വിഭാഗക്കാരുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളിയെ 1914 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാക്കി. 1941 അന്തരിച്ചു. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള അയ്യങ്കാളി പ്രതിമ അനാച്ഛാദനം ചെയ്തത് 1980 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.